ഈമാൻ കാര്യങ്ങൾ എന്നാൽ പ്രധാനപ്പെട്ട ആറു കാര്യങ്ങൾ. അത്തസ്ദീഖു ബി കുല്ലി മാ ഉലിമ ബിൽ ദറൂറത്തി മജീഉ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതാണെന്ന് അനിഷേധ്യമായി നമുക്ക് സ്ഥിരപ്പെട്ട കാര്യങ്ങളൊക്കെ വിശ്വസിക്കൽ നിർബന്ധമാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ആറു കാര്യങ്ങളാണ് ഇവിടെ എണ്ണുന്നത്. ഒന്ന് ഈമാനു ബില്ലാഹ്, അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കൽ, അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കൽ, അള്ളാഹു മറ്റൊന്നിനോടും സമമല്ലെന്ന് വിശ്വസിക്കൽ, എല്ലാ കഴിവിലും അത്യുന്നതനും പൂർണ്ണമായവനുമാണ് അള്ളാഹ് എന്ന് വിശ്വസിക്കൽ, ഒന്നിലേക്കും ഒരവസരത്തിലും അള്ളാഹ്ക്ക് ആവശ്യമില്ലെന്നും അള്ളാഹു അല്ലാത്ത മറ്റു സർവ്വചരാചരങ്ങളും അവരുടെ ഉണ്മയിലും നിലനിൽപ്പിലും സദാ അള്ളാഹുലേക്ക് ആവശ്യമാണ് എന്നും വിശ്വസിക്കൽ. അള്ളാഹു ഒന്നിനോടും സമമല്ല, അള്ളാഹുവിനോട് തുല്യമായവരില്ല, ഒരു നിലക്കും അള്ളാഹു തആലാക്കൊരു വർഗമില്ല. അള്ളാഹു ആണല്ല, അള്ളാഹു പെണ്ണ് ആണ് എന്ന് പറയാൻ പറ്റില്ല. അള്ളാഹു തആലാക്ക് ഉറക്കമില്ല, മഴക്കമില്ല, എല്ലാം കഴിയുന്ന സർവരക്ഷിതാവ്. അള്ളാഹു അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുക എന്നുള്ളതോ കയറുക ഇറങ്ങുക എന്നുള്ളതോ സാധാരണ വസ്തുക്കളോട് ഏതെങ്കിലും ഒരു തടികളോട് ബന്ധപ്പെടുന്ന ഒരു വിശേഷണങ്ങളും അള്ളാഹ്ക്കില്ല. ഹുലൂലില്ല, ഇത്തിഹാദില്ല. അള്ളാഹുക്ക് തടി എന്ന് പറയാൻ പറ്റില്ല. അള്ളാഹു തആല ജൗഹറല്ല, അള്ളാഹു തആല അറളല്ല. അള്ളാഹു തആലാക്കൊരു വർഗമില്ല, ഒരു ഇനമില്ല. സർവനാഥനായ റബ്ബ്, എല്ലാം അറിയുന്നവനാണവൻ, എല്ലാം കേൾക്കുന്നവനാണവൻ. ഫഅലുൽ ലിമാ യുരീദ്, എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാലും കഴിവുള്ളവനാണവൻ. അതേ ഖാദിറുൻ അലാ മാ യശാ, ഏത് കാര്യം ഉദ്ദേശിച്ചാലും അള്ളാഹു തആല സർവ്വ മുംകിനാത്തിന്റെ മേലും കഴിവുള്ളവനാണ്. ഇങ്ങനെ വിശ്വസിക്കണം. അള്ളാന്റെ ദാത്ത് ഒന്നിനോടും തുല്യമായതല്ല. ലാ മസീല ലഹു വലാ നളീറ ലഹു വലാ ശബീഹ ല. അള്ളാന്റെ ദാത്തിനോട് തുല്യമായ ദാത്തില്ല. സാധാരണ തടി എന്ന ദാത്ത് എന്ന അർത്ഥം അള്ളാഹ്ക്ക്, ആ ദാത്തിന്റെ തടി എന്ന അർത്ഥം അള്ളാഹ്ക്ക് വെക്കാൻ പറ്റില്ല. അള്ളാഹു തആല തടിയുള്ളവനല്ല, അള്ളാഹു തആല ജിസ്മുള്ളവനല്ല. അള്ളാന്റെ ദാത്തിൽ മറ്റൊന്നിനോടും തുല്യതമില്ല, വിശേഷണത്തിൽ മറ്റൊന്നിനോടും തുല്യതയില്ല. അള്ളാഹു തആലാനോട് ഒരു നിലക്കും ഫിആലിൽ തുല്യമായ ഒരു വസ്തുവുമില്ല. ഇങ്ങനെ അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കണം. വമലായികത്തിഹി, അള്ളാഹു തആലാനെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കണം. നല്ല ഏത് കോലം സ്വീകരിക്കാൻ പറ്റുന്ന പ്രത്യേകമായ അജ്സാമുൻ ഉൽവിയ, പ്രകാശത്താൽ പടക്കപ്പെട്ട അടിമകളാണവർ. അവർക്ക് ഒരിക്കലും വിശപ്പില്ല, അവർക്ക് ഉറക്കമില്ല, മയക്കമില്ല. അവർ ആണ് പെണ്ണ് എന്ന് വിശേഷണം പറയപ്പെടില്ല. അള്ളാഹു തആലാന്റെ മലക്കുകളിൽ പ്രധാനികൾ 10 പേരാണ്. ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്റായീൽ. മുങ്കർ, നകീർ, റഖീബ്, അതീദ്, മാലിക്, റിദ്വാൻ. സദാ ആരാധിക്കുന്നവരതിലുണ്ട്. സദാ ഇബാദത്തുകൾ ചെയ്യുന്നവർ, സുജൂദിലായി മാത്രം നിർവഹിക്കുന്നവർ, റുക്വഅ് മാത്രം കഴിയുന്നവർ. പല വിഭാഗങ്ങളാണ് അള്ളാഹു തആലാന്റെ മലായിക്കത്ത്. വ്യത്യസ്തമായ ജോലികളിൽ ഏൽപ്പിക്കപ്പെട്ടവരാണ് മലായിക്കത്ത്. അവർക്ക് മരണമുണ്ട്. ഖിയാമത്ത് നാളിൽ എല്ലാവരും മരിക്കും. ഒരു മലക്കും അള്ളാഹ്ക്ക് ധിക്കാരം കാണിക്കില്ല. എന്താണോ അള്ളാഹ് പറഞ്ഞത് അത് പൂർണ്ണമായും ശിരസാ വഹിക്കുന്നവരാണ് മലായിക്കത്ത്. പിന്നെ അള്ളാഹിന്റെ കുത്തുബിൽ വിശ്വസിക്കണം. നമുക്ക് വഴി കാട്ടിത്തരാനും ദിശ കാട്ടിത്തരാനും ഉപദേശം നൽകുവാനും അള്ളാഹു തആല പ്രവാചകന്മാരിലൂടെ അള്ളാഹു തആല നൽകിയതാണ് കിതാബുകൾ. ആകെ 104. അതിൽ പ്രധാനപ്പെട്ടവക്കാണ് കിതാബുകൾ എന്ന് പറയുന്നത്. തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആൻ. അത്ര തന്നെ വലിപ്പമില്ലാത്തതും പ്രസക്തിയില്ലാത്തതുമായ ഏടുകൾ എന്ന് പറയും 100 ഏടുകളാണ്. വ്യത്യസ്തരായ അമ്പിയാക്കൾക്ക് അല്ലാഹു തആല ഇറക്കി കൊടുത്തതാണ് ഏടുകൾ. പിന്നെ റസൂലി, പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കണം. തെറ്റുകുറ്റങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്ന് യാതൊരു തെറ്റുകുറ്റങ്ങളും നുബുവത്തിന്റെ മുമ്പോ ശേഷമോ അറിഞ്ഞോ അറിയാതെയോ മറന്നോ പോലും ഒരു ദോഷവും ഉണ്ടാകാത്ത പൂർണ്ണ മാതൃകാ യോഗ്യരായ മഹത്തുക്കളാണ് മുർസലീങ്ങൾ, അമ്പിയാക്കൾ. 1,24,000 അമ്പിയാ. അതിൽ 313 പ്രധാനപ്പെട്ട മുർസലീങ്ങളിൽ. അതിൽ തന്നെ ഉലുൽ അസ്മ് എന്ന പ്രധാനപ്പെട്ട 5: മുഹമ്മദു, ഇബ്രാഹീമു, മൂസ കലീമുഹു, ഫഈസാ, ഫനൂഹും, ഉലുൽ അസ്മി ഫഅലമീ. ഇങ്ങനെ 5 ആളുകൾ. യൗമുൽ ആഖിർ കൊണ്ട് വിശ്വസിക്കണം. ഇതെല്ലാം തകർന്നടയും. അതിന്റെ ശേഷം സ്വർഗമുണ്ട്, നരകമുണ്ട്, മഹ്ശറുണ്ട്, മീസാൻ എന്ന തുലാസുണ്ട്, സിറാത്ത് പാലമുണ്ട്, കിതാബ് കൊടുക്കലുണ്ട്, ഹൗദുൽ കൗസറുണ്ട്, ഷഫാഅത്തുണ്ട്.
കാലങ്ങളോളം ഖിയാമത്ത് നാളിൽ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇതെല്ലാം പരിശുദ്ധമായ ഖുർആൻ വരച്ചു കാട്ടിയ സത്യങ്ങളാണ്. അമ്പിയാക്കൾ നമ്മെ പഠിപ്പിച്ചതാണ്. മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥമായ മൂമിൻ. ആ വിശ്വാസമാണ് സത്യത്തിൽ നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. അല്ലാഹുവിലുള്ള വിശ്വാസം, സർവനാഥനായ റബ്ബിലുള്ള വിശ്വാസം, യഥാർത്ഥ ഈമാനുള്ളവരിൽ പടച്ച റബ്ബ് നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സർവകാര്യങ്ങളും നന്മയും തിന്മയും എല്ലാം അല്ലാഹു തആല കണക്കാക്കിയത് പ്രകാരം തന്നെയാണ് നടക്കുന്നത് എന്നതാകുന്നു ഖദ്ർ വൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹ് എന്നുള്ളതിൻ്റെ അർത്ഥം.